ഹലോ, എല്ലാവർക്കും ജാമീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കടലക്കറിയാണ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ ടേസ്റ്റിലും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാനിവിടെ കടലക്കറി ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിന്ന് എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാണ്. അപ്പോൾ ഇതൊരു 5-6 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത വെള്ളക്കടലയാണ്. കണ്ടില്ലേ, നന്നായിട്ടൊന്ന് പ്രസ്സായിട്ട് വരും. ഇതുപോലെ പ്രസ്സായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ കടലയെ ഒന്നും കൂടി ഒന്ന് കഴുകി ക്ലീനാക്കി വയ്ക്കാം. കണ്ടോ, ഇവിടെ ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, 2 മുളക്, ഇഞ്ചി, 2 സവാള എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സവാളയും തക്കാളിയും നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു കുക്കർ എടുത്ത് കുക്കർ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമുക്ക് എണ്ണ ഒഴിക്കാം. അതിനുശേഷം അതിലേക്ക് കടുകിട്ട് 1 ടീസ്പൂൺ കടുകാണ് ഇടേണ്ടത്. കടുകിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഒരു 2 വറ്റൽ മുളകും പിന്നെ കരിവേപ്പിലയും ഇതിൻ്റെ അകത്തേക്കിടാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരണം കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും അതിലേക്കിടാം. ഇതിനെയും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിടാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 മുളക് ഇടാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകവും ചേർക്കാം. വലിയ ജീരകം ഇതിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്കതും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്തേക്ക് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കടല ഇതിലേക്കിടാം. സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് കടല ഇടുന്നത്. ഇനി നമുക്ക് ഇതിനേക്കാളും മുന്തി നിൽക്കുന്ന അളവിൽ, അതായത് കടലയെക്കാളും കുറച്ചും കൂടെ പൊങ്ങി നിൽക്കുന്ന അളവിൽ വെള്ളമൊഴിച്ച് ഒരു 5 വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് കുക്കറിൽ അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് 5 വിസിൽ കേട്ട് കഴിഞ്ഞു. അൽഹംദുലില്ലാ, നല്ല ഒരു കടലക്കറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുമെന്ന് ഉറപ്പാണ്.